ഓം ശാന്തി. ഞാൻ ആത്മാ ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും ഡിറ്റാച്ചായി എൻ്റെ പ്രകാശരൂപി ശരീരത്തിൽ പ്രകാശത്തിൻ്റെ സ്പീഡിൽ പറന്നുയർന്ന് ഈ സാകാര്യവദനത്തിൽ നിന്നും വളരെ ദൂരെ ആകാര്യവദനത്തിലെത്തുന്നു. ഇവിടെ 4 ഭാഗവും ചാന്ദിനി പ്രകാശം നിറഞ്ഞിരിക്കുന്നു. ഇതെന്റെ അവ്യക്തവദനമാണ്. ഇവിടെ ഞാൻ എൻ്റെ അവ്യക്ത സ്വരൂപത്തിൽ സുഖസാഗർ ബാബയുടെ കൂടെയാണ്. ബാബയുടെ നയനങ്ങളിൽ നിന്നും സുഖത്തിൻ്റെ ശീതള കിരണങ്ങൾ പുറപ്പെട്ട് എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. സുഖസാഗരത്തിൽ നിന്നും എനിക്ക് സത്യമായ അലൗകിക സുഖം പ്രാപ്തമാകുന്നു. ഞാൻ സുഖസാഗരത്തിൽ ലയിച്ചിരിക്കുകയാണ്. പ്രിയ ബാബ എൻ്റെ സർവ ദുഃഖങ്ങളും ഹരിച്ച് എന്നിൽ അപാര സുഖങ്ങൾ നിറച്ചിരിക്കുന്നു. ദുഃഖത്തിൻ്റെ ലോകത്തിൽ നിന്നും പുറത്തെടുത്ത് സുഖത്തിൻ്റെ മടിയിലിരുത്തിയിരിക്കുകയാണ്. ഞാൻ പരമാത്മസ്നേഹത്തിൻ്റെ സുഖദായി ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. സുഖസാഗരത്തിലെ അലകളിൽ ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മാസ്റ്റർ സുഖസാഗരനാകുന്നു. ഇപ്പോൾ ഞാൻ സമ്പൂർണ്ണ സുഖസ്വരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. എനിക്ക് ബാബ് സമാനം മാസ്റ്റർ സുഖകർത്ത ദുഃഖഹർത്താവായി സർവ ആത്മാക്കളുടെയും ദുഃഖമില്ലാതാക്കി സർവർക്കും സുഖം പ്രദാനം ചെയ്യണം. സമ്പൂർണ്ണ സുഖസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ ഫരിസ്ത ആകാരി വദനത്തിൽ നിന്നും താഴേക്കിറങ്ങി വന്ന് ഭൂഗോളത്തിനു മുകളിലിരിക്കുന്നു. ലോകത്തിലെ ദുഃഖി അശാന്തി ആത്മാക്കളെ കാണുന്നു. ആത്മാക്കൾ വിളിക്കുന്നു, എനിക്ക് സുഖം നൽകൂ, ശാന്തി നൽകൂ എന്ന്. ഞാൻ വിളി കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ മാസ്റ്റർ ദുഃഖഹർത്ത സുഖകർത്ത എൻ്റെ നയന കമലങ്ങളിലൂടെ സുഖത്തിൻ്റെ കിരണങ്ങൾ വിശ്വത്തിൽ 4 ഭാഗത്തും പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിൽ നിന്നും വരുന്ന സുഖത്തിൻ്റെ കിരണങ്ങൾ ദുഃഖി ആത്മാക്കളിലെത്തി സെക്കൻഡിനുള്ളിൽ അവരെ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കി സുഖം പ്രദാനം ചെയ്യുന്നു. മുഴുവൻ ലോകവും സുഖമയമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാസ്റ്റർ ദുഃഖഹർത്ത സുഖകർത്ത
ലോകത്തിലെ സർവാത്മാക്കൾക്കും അപാര ദുഃഖത്തിൽ നിന്നും ഒഴിവായി അപാര സുഖത്തിൻ്റെ ലോകത്തേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. വായുമണ്ഡലത്തിൽ സുഖത്തിൻ്റെ അലകൾ വിരിച്ച് ഞാൻ ആത്മാ പതുക്കെ പതുക്കെ താഴേക്കിറങ്ങി സാകാരി വദനത്തിലെത്തുന്നു. ഈ സ്ഥൂല ദേഹത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ ഞാൻ വിരാജമാനാകുന്നു. ഞാൻ സമ്പൂർണ്ണ സുഖസ്വരൂപ ആത്മാവാണ്. സർവർക്കും സുഖം നൽകുന്നു. എൻ്റെ ഓരോ വചനവും സുഖം നൽകുന്നതാണ്. ഓരോ കർമ്മവും സർവരുടെയും ജീവിതം സുഖിയാക്കുന്നതിനാണ്. ദൃഷ്ടിയിലൂടെ മറ്റാത്മാക്കളെ അലൗകിക സുഖത്തിൻ്റെ അനുഭവം ചെയ്യിക്കുന്നു. ഞാൻ മാസ്റ്റർ സുഖകർത്ത ദുഃഖഹർത്ത സർവർക്കും സുഖം വിതരണം ചെയ്യുന്നു. പുതിയ സ്വർണിമ യുഗമുണ്ടാക്കാൻ നിമിത്തമാകുന്നു. ഞാൻ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്ന ബാബയെ ഓർമ്മിച്ച് എല്ലാ ദുഃഖവും ഇല്ലാതാക്കുന്നു. അന്തിമ സമയത്തെ മനം പോലെ സദ്ഗതിയും ലഭിക്കുന്നു. ബാബയുടെ നിർദ്ദേശമാണ് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കൂ. അതിലൂടെ ജന്മജന്മാന്തരങ്ങളിലെ പാപമില്ലാതാക്കും. സതോ പ്രധാനമായി മാറും. അവസാന സമയത്ത് ഒരു ബാബയുടെ ഓർമ്മയിലായിരിക്കാൻ കഴിയുന്നു. 21 ജന്മത്തിൻ്റെ സുഖം മുന്നിലേക്ക് വരുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെ പാപാത്മാവിൽ നിന്നും പുണ്യാത്മാവായി മാറുന്നു. ഞാനിപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുന്നു. അവസാന സമയത്ത് ഒരു ബാബയല്ലാതെ വേറെ ആരുടെയും ഓർമ്മ വരാത്ത രീതിയിലുള്ള വർദ്ധിപ്പിക്കുന്നത്ര പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാവുകയാണ്. ഞാനിപ്പോൾ ദുഃഖത്തിൽ നിന്നും പുറത്തു വന്ന് വീണ്ടും ഏണിപ്പടി കയറിപ്പോവുകയാണ്. അതിസ്നേഹിയായ ബാബയേക്കാൾ മധുരമുള്ള വേറെ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല. ഞാൻ പരിധിയില്ലാത്ത ബാബയുടെ അവകാശിയാണ്. സെക്കൻഡിൽ ബാബയെ ലഭിച്ചു. വിശ്വത്തിൻ്റെ അധികാരിയായി മാറി. ബാബ എന്നെ അപാര സുഖത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സത്യയുഗത്തിൽ അപാര സുഖമാണ്. കലിയുഗത്തിൽ അപാര ദുഃഖമാണ്. ഇത് ദുഃഖധാമമാണ്. ഞാൻ കുടുംബത്തിലിരുന്ന് കുട്ടികളെ സംരക്ഷിച്ചും കേവലം ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ദുഃഖധാമത്തിൻ്റെയും അന്തിമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും ആദിയുടെ ഇടയിൽ ബാബ വരുന്നു. ഇപ്പോൾ വിചിത്രനായ ബാബയാണ് എന്നോടൊപ്പമുള്ളത്. ദേഹസഹിതം
ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും വിട്ട് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ജന്മജന്മാന്തരങ്ങളിലെ പാപത്തിൽ നിന്നും ബാബ മുക്തമാക്കുന്നു. ഭാരതത്തിൽ ഇപ്പോൾ രാഹുവിൻ്റെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, മോശമായതൊന്നും ഈ കണ്ണുകൾ കൊണ്ട് കാണരുത്. സിവിൽ ദൃഷ്ടിയോടെ നോക്കണം. ഒന്നിനോടും ക്രിമിനൽ ദൃഷ്ടി വെക്കരുത്. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇതിലൂടെ ആദ്യം മധ്യ അന്ത്യം ദുഃഖം അനുഭവിക്കുന്നു. ജ്ഞാനവും ഭക്തിയും എന്താണെന്ന് ബാബ മനസ്സിലാക്കി തന്നു. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. അതിനാൽ വളരെ വേഗത്തിൽ പുരുഷാർത്ഥം ചെയ്യണം. ഇല്ലെങ്കിൽ പാപം ഭസ്മമാക്കില്ല. ഒരു ബാബയല്ലാതെ മറ്റാരെയും ഓർക്കരുത്. എല്ലാവരും ദുഃഖം തരുന്നവരാണ്. സദാ സുഖം തരുന്ന ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ 3-ാം നേത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ നേത്രത്തിലൂടെ മാത്രം കാണുന്നു. സതോ പ്രധാനമാകുന്നതിനുള്ള പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തൻ്റെ ശ്രേഷ്ഠമായ മനോഭാവത്തിലൂടെ വിശ്വത്തിൻ്റെ അന്തരീക്ഷത്തെ പരിവർത്തനം ചെയ്യുന്ന ആധാരമൂർത്തിയായി ഭവിക്കട്ടെ. ശ്രേഷ്ഠ മനോഭാവത്തിലൂടെ വിശ്വത്തിൻ്റെ അന്തരീക്ഷം തന്നെ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പവിത്രമായ ദൃഷ്ടിയിലൂടെ സൃഷ്ടി പരിവർത്തനപ്പെടുന്നു. ഇത്ര വലിയ ഉത്തരവാദിത്വമാകുന്ന കിരീടം ഏറ്റെടുക്കുന്നതുകൊണ്ട് ഭാവിയിൽ കിരീടവും സിംഹാസനവും ലഭിക്കുന്നു. സർവശക്തിവാനായ അച്ഛനെ സദാ കൂട്ടുകാരനാക്കി വെക്കുകയാണെങ്കിൽ യാതൊരു വിഘ്നവും താങ്കളെ പിടിച്ചു നിർത്തുകയില്ല. ഓം ശാന്തി.